അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഏകദേശം ഒരു നമ്മൾ വിചാരിച്ച പോലൊരു ട്രെൻഡ് നമുക്ക് കിട്ടി. കാര്യം 15 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് നോക്കിയാൽ കാണാം. ഏകദേശം ഒരു ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആൻഡ് ഡൗൺ ട്രെൻഡ് നമുക്ക് തന്നു ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ തന്നെ. ആൻഡ് നമുക്കിവിടെ സപ്പോർട്ടുണ്ട്, അതിനെ ക്ലോസ് ചെയ്തു. പിന്നെ ഈ കൺസോൾട്ടേഷൻ ക്യാൻഡിലിൻ്റെ എൻഡ് വന്ന് മീറ്റ് ചെയ്ത് തന്നെ ഈ അപ്പ് ട്രെൻഡ്, ഈ ഷോർട്ടായിട്ടുള്ളൊരു അപ്പ് ട്രെൻഡിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. സോ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ചെറിയ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമുക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വെച്ചൊരു ബൈയിങ് നമുക്ക് പർച്ചേസ് ചെയ്യാം. എത്ര സമയം? ഒരു ഒരു 10 ആയപ്പോൾ 10:15 10:05 ആയപ്പോൾ താഴെ എത്തി. സോ 10 ആയപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാമായിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ളത് ഒരു 24,400 അല്ലെങ്കിൽ 24,500 ആണ് ഈ ഓപ്ഷനാണ്. സോ ഈ ഓപ്ഷൻ്റെ കോൾ ഓപ്ഷൻ നമുക്ക് പർച്ചേസ് ചെയ്യാം. അത് എത്ര മണിക്ക്? അറൗണ്ട് 10 o'clock ഇവിടെ കാണാം. 24,500ൻ്റെ കോൾ ഓപ്ഷൻ ഒരു 10 ആയപ്പോൾ ഇവിടെ താഴെ എത്തി. 10 ആയപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്യാമായിരുന്നു. ആൻഡ് നോക്കാം ഇവിടെ പർച്ചേസ് ചെയ്തു. ഏകദേശം ഒരു 20 മിനിറ്റ്സ് കൊണ്ട് ഏകദേശം ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ഏകദേശം 10 to 15 മിനിറ്റ്സ് കൊണ്ട് ഏകദേശം ഒരു 20% പ്രോഫിറ്റ് നമുക്ക് അവിടെ ഏൺ ചെയ്യാമായിരുന്നു. ബട്ട് നമുക്കൊരു പ്രോപ്പർ സ്റ്റേയിങ് ആണ് ചെയ്യുന്നത്. അതായത് ഒരു എത്ര മണി വരെയും കിട്ടി? ഈ സപ്പോർട്ട് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തത് ഏകദേശം ഒരു 12:15 12:15 വരെയൊക്കെ ഇപ്പോൾ വന്ന് ഹിറ്റ് ചെയ്തത്. ആ സമയപ്പോൾ അവിടെ എത്തി എത്ര മണിയാണെന്ന് നോക്കാം. 12:15 ഇവിടെ നിന്ന് 12:15 ഇവിടെ 12:15 ഇവിടെ എത്തി. ഇവിടെ നമുക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ ഇറങ്ങാമായിരുന്നു. അറൗണ്ട് എത്ര? 12:15 ഇവിടെ റഫ്ലി ഒരു 40% പ്രോഫിറ്റിൽ നമുക്ക് ഇറങ്ങാമായിരുന്നു. അങ്ങനെ കുറച്ചും കൂടെ ഒന്ന് ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ ഏകദേശം ഒരു 49-50% പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റുമായിരുന്നു. വെരി ഗുഡ് ട്രേഡിംഗ് ഡേ ആയിരുന്നു. ഓക്കെ, ദെൻ നാളത്തെ മാർക്കറ്റ് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു നമുക്കിവിടെ കാണാം. അത്യാവശ്യം ഒരു വലിയ 1 ഡേ ക്യാൻഡലിൽ അത്യാവശ്യം വലിയൊരു ഡൗൺ ട്രെൻഡ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ പറഞ്ഞിരുന്നു അത്യാവശ്യം ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ്റെ കൺഫർമേഷനാണ് അവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞിരുന്നു. സോ ഇന്നൊരു ഡൗൺ ട്രെൻഡ് തന്നു. സോ ഈ ഡൗൺ ട്രെൻഡ് തന്നെ നാളെ ഫോളോ ചെയ്യും. അത്യാവശ്യം ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡ് നമുക്ക് നാളെ പറയാനുള്ളത്. ആൻഡ് ഇവിടെ കാണാം അത്യാവശ്യം ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡ് നമുക്കിവിടെ വരച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് നാളെ മേ ബി ഇവിടേക്ക് ഒന്ന് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് താഴേക്ക് വരാൻ ചാൻസ്. ഈ ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഒരു 1-2 ഡൗൺ ട്രെൻഡ് കൊണ്ട് വരച്ചേക്കട്ടെ. ഈ ട്രെൻഡ് ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ട്രെൻഡ് നാളെ ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ട്രെൻഡ് മേ ബി ഇതിൻ്റെ ഉള്ളിലായിരിക്കും അത് ഓപ്പൺ ആവുക. ഇതിനുള്ളിൽ ഓപ്പൺ ആയിട്ട് ചെറിയൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വല്ലതും പോവാം. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ കാണാം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ കളിച്ചിട്ട് ഇത് പോവുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് എവിടെയെങ്കിലാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഈ ട്രയാങ്കിൾ പാറ്റേൺ വരുമ്പോൾ ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിട്ട്
കൺഫർമേഷൻ എടുത്തിട്ട് നമ്മുടെ റീജിയണൽ ട്രെൻഡിലേക്ക് പോകുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട് ട്രയാങ്കിൾ പാറ്റേൺ. സോ ഇനിയാ ഈ പ്രൈസ് പോയിൻറ്റ്സ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം, നോക്കി വെക്കുക. ദെൻ ലെറ്റ്സ് ടേക്ക് എ ട്രേഡ്, സക്സസ്ഫുൾ ട്രേഡ് ടുമാറോ ഓൾസോ. ഓക്കെ.